ഷാമിങ് അടുത്ത ദിവസം ഒരു മാപ്പ് ഹോങ്ങയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഷാവോ എസ്കേപ്പ് ആവുന്നതിന് വേണ്ടി റെഡിയാക്കിയൊരു പ്ലാനാണത്. അവളിങ്ങനെ കളിച്ചിരിച്ച് നടക്കുന്നുണ്ടെങ്കിലും സീക്രട്ടായിട്ട് രക്ഷപ്പെടാനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതുവഴിയൊക്കെ നടക്കുന്ന കൂട്ടത്തിൽ വഴിയൊക്കെ നോക്കി മനസ്സിലാക്കി അവൾ റെഡിയാക്കിയതാണ് ഈ മാപ്പ്. വഴി മാത്രമല്ല അതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് കൂട്ടുകാരോട് ചോദിച്ചും മറ്റും മനസ്സിലാക്കിയതും നേരിട്ട് കണ്ടതുമായിട്ടുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളും അവൾ അതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും അടിച്ചു മാറ്റി കൊണ്ടുപോകാനാണ് അവളുടെ പ്ലാൻ. അവൾ എങ്ങനെ വിട്ടാൽ പറ്റില്ല, അവൾക്ക് നല്ല പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് ഹോങ് ഇത് കണ്ട് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അവൻ അവളെ പണിഷ് ചെയ്യില്ല എന്ന് ഷാമിങ്ങിന് അറിയാം. അത് കഴിഞ്ഞപ്പോഴാണ് റെഡ് ത്രെഡ് ഡീമൻ്റെ ഒരു നൂല് മിസ്സായിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവിടെയുള്ള ഡീമൻസിൻ്റെ ഇടയിലൊന്നും അങ്ങനെ മിസ്മാച്ചായ കപ്പിൾസ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഷാമിങ് അവനോട് പറഞ്ഞത്. ആ റെഡ് ത്രെഡ് തൻ്റെ കയ്യിലാണുള്ളതെന്ന് ഹോങ് അവനോട് പറയുന്നില്ല. അത്ര വലിയ കാര്യമാക്കാനില്ല എന്ന് മാത്രം പറയുന്നു. അന്ന് ഷാവോ ഉറക്കമുണ്ടായിരുന്നപ്പോൾ ഹോങ് അവളുടെ റൂമിലിരിപ്പുണ്ടായിരുന്നു. അവനെ കണ്ടപ്പോഴൊന്നും ഞെട്ടുന്നുണ്ടെങ്കിലും അവൾ പതുക്കെ ബെഡിൻ്റെ അടിയിൽ തന്നെ മാപ്പ് തപ്പുന്നു. അവളുടെ തിരച്ചിൽ കണ്ടപ്പോഴേ അവന് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇതാണോ നീ തിരയുന്നതെന്ന് ചോദിച്ച് അവൻ കയ്യിലുണ്ടായിരുന്ന മാപ്പ് അവളെ കാണിക്കുന്നു. അതോടെ ഷാവോ പെട്ട അവസ്ഥയിലാവുന്നുണ്ട്. പിടിച്ചു നിൽക്കാൻ വേണ്ടി എനിക്ക് വല്ലാത്ത തലവേദന എടുക്കുന്നു, ഇനി കുറച്ച് ദിവസത്തേക്ക് ക്ലാസ്സിലൊന്നും പോകാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. താൻ ഇത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവൾ പിന്നെയും പോകണമെന്നുള്ള ഉദ്ദേശത്തെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഹോങ്ങയും അവളോട് ചെറുതായിട്ട് ദേഷ്യപ്പെടുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇനി കുറച്ച് ദിവസത്തേക്ക് ക്ലാസ്സിന് പോകണ്ട, രണ്ടാമത്തെ ഫേസ് കംപ്ലീറ്റ് ആവുന്നത് വരെ അവിടെ തന്നെ ഇരുന്നോളാൻ അവൻ പറയുന്നു. ക്ലാസ്സിന് പോകണ്ടെന്ന് കേട്ടപ്പോൾ ഷാവോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട്. പിന്നെയാണ് സെക്കൻഡ് സ്റ്റേജ് കംപ്ലീറ്റ് ആവാൻ എത്ര ദിവസം എടുത്തേക്കും എന്നവൾ ചോദിക്കുന്നത്. 3-4 ദിവസം മുതൽ 10-15 വെച്ചുള്ളപ്പോൾ 1 മാസം വരെയൊക്കെ എടുക്കാം. നമ്മൾ തമ്മിൽ എങ്ങനെ മിങ്കിൾ ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിരിക്കുന്നത് എന്നൊക്കെ അവൻ പറയുന്നു. അത് കേട്ടപ്പോൾ ഷാവോ ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം ഈ ആർട്സൊക്കെ പഠിച്ചു കഴിഞ്ഞാലല്ലേ അവളെ അവിടെ നിന്ന് സ്വതന്ത്രമാക്കുള്ളൂ എന്നാണല്ലോ അവൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ക്ലാസ്സിന് പോകാതെ ഇങ്ങനെ ഡിലേ ആയി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് തിരികെ പോകാൻ പറ്റില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. നീ എന്നെ വിടാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ എന്തായാലും തനിയാണെങ്കിൽ ഇവിടെ വിട്ട് പോവും എന്നവൾ പറയുന്നു. നീ നിൻ്റെ കൾട്ടിവേഷനൊക്കെ കളഞ്ഞ് എൻ്റെ പുറകെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും അവനോട് പറയുന്നുണ്ട്. മര്യാദയ്ക്ക് അവളെ പറഞ്ഞ് നിർത്താൻ പറ്റില്ല എന്ന് അവന് മനസ്സിലാവുന്നു. അതുകൊണ്ട് അവൻ തന്നെ ഒരു ഡീലുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ക്ലാസ് അറ്റൻഡ് ചെയ്തോളാൻ അവൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, നന്നായിട്ട് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ അവൾക്ക് അവളുടെ കൾട്ടിവേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ ആ മാപ്പിൽ അവൾ മാർക്ക് ചെയ്തിരിക്കുന്ന എന്ത് സാധനങ്ങൾ വേണമെങ്കിലും അവൾക്ക് ഫ്രീ ആയിട്ട് നൽകാൻ തയ്യാറാണെന്ന് അവൻ പറയുന്നു. അത് കേട്ടതോടെ ഷാവോ ഹാപ്പി ആവുന്നുണ്ട്. അവളങ്ങനെ ഡീലിന് സമ്മതിക്കുന്നു. ഇനി പുതിയതായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ടാണ് അവൻ അവിടെ നിന്ന് പോയത്. പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് അവൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ദാലിയെയും ലോലുവിനെയും കൂട്ടി ബാംബുവിൻ്റെ ഷൂട്ട്സ് മാതിയെടുക്കാനായി പോകുന്നുണ്ട്. അത് വെച്ച് എന്തോ ഡിഷ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാണ് അവൾ അവരെ കൊണ്ടത് ചെയ്യിക്കുന്നത്. ഇതിനിടയിൽ മനുഷ്യർ ഇങ്ങനെ ബാംബു ഷൂട്ട്സ് കൂടുതൽ മാന്തി എടുത്തുകൊണ്ട് പോകുന്നതിനെയൊക്കെ കുറ്റപ്പെടുത്തി അവർ സംസാരിക്കുന്നു. അത് കേട്ടപ്പോൾ ഷാവോയ്ക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ അവളും അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാംബുവിൻ്റെ കാര്യം മാത്രമല്ല, ദാലി ഒരു ഫ്ലവറാണ്. അവൾക്ക് ആ ഫ്ലവറിൻ്റെ രൂപത്തിൽ നിന്ന് ഇങ്ങനെ മനുഷ്യൻ്റെ രൂപത്തിലേക്ക് എത്താൻ ഒരുപാട് കാലത്ത് കൾട്ടിവേഷൻ വേണ്ടി വന്നിരുന്നു. ഈ കൾട്ടിവേഷനിടയിൽ പലതവണ അവൾക്ക് മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മരണത്തെ പോലും മുഖാമുഖം കാണേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലൗലുവിനും ഒരുപാട് ദുരനുഭവങ്ങൾ മനുഷ്യരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കാരണം മനുഷ്യരെ നല്ല പേടിയാണ് എന്നും അവൾക്ക് മനസ്സിലാവുന്നു. അവർ വിചാരിക്കുന്നത് പോലെ മനുഷ്യർ അത്ര ദുഷ്ടരൊന്നുമല്ല. ഡീമൻസിൻ്റെ ഇടയിലും നല്ലവരും ദുഷ്ടന്മാരും ഉള്ളതുപോലെ തന്നെയാണ് മനുഷ്യരുടെ ഇടയിലും എന്നൊക്കെ പറഞ്ഞ് ഷാവോ അവരുടെ പേടി മാറ്റാനൊരു ശ്രമം നടത്തുന്നുണ്ട്. ഈ സമയത്താണ് ബാംബു തിരികെ എത്തിയത്. തൻ്റെ ഷൂട്ട്സ് അവർ മാന്തിയെടുക്കുന്നത് കണ്ട് അവനാകെ വയലൻ്റ് ആവുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ ലൗലുവും ദാലിയും അതൊക്കെ അവിടെ ഇട്ടിട്ട് ഓടുന്നുണ്ട്. ഷാവോയും ആദ്യം ഓടിയിരുന്നെങ്കിലും ബാംബു അവർക്ക് പിന്നാലെ ഓടുന്നുണ്ട്. അവൾ തിരികെ വന്ന് ആ ഷൂട്ട്സ് എല്ലാം പെറുക്കി എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. അത് കണ്ടുകൊണ്ട് ബാംബു അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവന് പിടികൊടുക്കാതിരിക്കാനായി ഓടുന്ന കൂട്ടത്തിൽ അവൾ അബദ്ധത്തിൽ ഒരു കൊക്കയിലേക്ക് വീണ് പോകുന്നു. അവളെ രക്ഷപ്പെടുത്താനുള്ള കഴിവൊന്നും ബാംബുവിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ താൻ നിലത്ത് വീണ് ഇപ്പോൾ തന്നെ മരിക്കുമെന്ന് ഷാവോ ഉറപ്പിച്ചതാണ്. പക്ഷേ അവൾ താഴെ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഹോങ്ങി അവിടെ എത്തി അവളെ രക്ഷിക്കുന്നുണ്ട്. പേടിച്ച് കണ്ണടച്ചിരുന്ന ഷാവോ കണ്ണു തുറന്നപ്പോൾ താനൊരു ബബിളിനുള്ളിലാണ് എന്ന് മനസ്സിലാവുന്നു. ചുറ്റും നോക്കിയപ്പോൾ അതേപോലെ മറ്റൊരു ബബിളിനുള്ളിൽ ഹോങ്ങി നിൽക്കുന്നതും കാണുന്നു. അതുകൊണ്ട് അവനാണ് തന്നെ രക്ഷപ്പെടുത്തിയെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ അവർ ഫീലിങ്സും പരസ്പരം ഷെയർ ചെയ്യുകയാണല്ലോ. അതുകൊണ്ടാണ് അവളിങ്ങനെ അപകടത്തിലാണെന്ന് അവന് തക്ക സമയത്ത് അറിയാൻ കഴിഞ്ഞതും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിച്ചത്. പുതിയതായി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് ഞാൻ കുറച്ച് മുമ്പല്ലേ നിന്നോട് പറഞ്ഞത്. എന്നിട്ട് നീ ഇത്ര പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയോ? ഇനി എന്തായാലും നിനക്ക് ഞാൻ പണിഷ്മെൻറ്റ് തരുമെന്ന് ഹോങ്ങിയെ പറഞ്ഞപ്പോൾ നീ എന്നെ പണിഷ് ചെയ്താൽ നീ കൂടിയായിരിക്കും ഇപ്പോൾ അത് അനുഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ഫീലിങ്സും സെൻസേഷനും എല്ലാം നമ്മളിപ്പോൾ ഷെയർ ചെയ്യുകയാണല്ലോ. അതുകൊണ്ട് എന്തായാലും നിനക്കും ആ വേദന അനുഭവിക്കേണ്ടി വരും. എന്നെ പണിഷ് ചെയ്യുന്നത് നിന്നെ പണിഷ് ചെയ്യുന്നതിന് തന്നെ തുല്യമാണ് എന്നൊക്കെ അവൾ പറയുന്നു.
ഹോങ്ങിയെ അതിന് മറുപടിയൊന്നും പറയാതെ അവൾ ഇരിപ്പുണ്ടായിരുന്ന ആ ബബിൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ്റെ നേരെ മുകളിലെത്തിയപ്പോൾ അവനത് പൊട്ടിക്കുന്നു. അങ്ങനെ ഷാവോ നേരെ താഴേക്ക് വീഴുന്നുണ്ട്. അവൾ ശരിക്കും പേടിച്ചു പോകുന്നു. പക്ഷെ താഴെ ഉണ്ടായിരുന്ന ബബിളിലേക്കാണ് അവൾ വന്ന് വീണത്. അങ്ങനെ അവൻ അവളെ പ്രൊട്ടക്റ്റ് ചെയ്ത് താങ്ങി പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ്റെ നെറ്റി മുറിഞ്ഞിരിക്കുന്നത് അവൾ കാണുന്നത്. ഇതെങ്ങനെ സംഭവിച്ചതെന്ന് അവൾ ചോദിക്കുന്നു. ആ സമയത്തൊന്നും അവളുടെ നെറ്റിയിൽ മുറിവുണ്ട് എന്ന് അവൾ അറിയുന്നില്ല. അവൻ പറഞ്ഞപ്പോഴാണ് അവൻ്റെ നെറ്റി മുറിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ തൻ്റെ നെറ്റി മുറിഞ്ഞിട്ടുണ്ട് എന്ന് അവൾ അറിയുന്നത്. അതോടെ അവൾ ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. നിന്റെ നെറ്റിയിൽ പാട് വന്നത് പ്രശ്നമൊന്നുമില്ല, പക്ഷേ എൻ്റെ നെറ്റിയിൽ പാട് വന്നാൽ എൻ്റെ ലൈഫ് തന്നെ ഇല്ലാണ്ടായിപ്പോ എന്നൊക്കെ പറഞ്ഞ് അവൾ ആകെ വിഷയം ഉണ്ടാക്കുന്നു. നിനക്ക് നിൻ്റെ ജീവനാണോ വലുത് അതോ നെറ്റിയിലുണ്ടായി അടയാളമാണോ എന്ന് ചോദിച്ച് ഹോങ്ങിയെ അവളെ വഴക്ക് പറയുന്നുണ്ട്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ ആ ബബിൾ പൊട്ടിച്ചിട്ട് അവളെ താഴെ കിട്ടുന്നു. പക്ഷേ അവർ താഴെ അടുത്തെത്തിയിരുന്നതിനാൽ വീഴ്ചയിൽ അവൾക്ക് വലിയ കുഴപ്പമൊന്നും പറ്റുന്നില്ല. ചെറുതായിട്ട് നടുവ് വേദനിക്കുന്നുണ്ട്. എന്നെ ഇങ്ങനെ നിലത്തിട്ടിട്ട് നിൻ്റെ നടുവ് വേദനിക്കുന്നില്ല എന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ മറുപടി ഒന്നും പറയുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് അവൾ ചുറ്റും നിരീക്ഷിക്കുന്നത്. അവിടെ മുന്നിലുണ്ടായിരുന്ന ഒരു പാറക്കെട്ടിൽ 3 വിചിത്ര മൃഗങ്ങളുടെ രൂപം കൊത്തിവെച്ചിരിക്കുന്ന അവൾ കാണുന്നു. അതാരാണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. മുമ്പ് അവിടെ ജീവിച്ചിരുന്ന സെലസ്റ്റിയൽ ബീസ്റ്റ്സ് ആണ്. മനുഷ്യരുമായിട്ടുള്ള ഫൈറ്റിൽ അവർ കൊല്ലപ്പെട്ടു. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഡീമൻസ് കൊത്തിവെച്ചാണ് ആ രൂപങ്ങളെന്നൊക്കെ അവൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവിടെ നിന്ന് തിരികെ പോയ ശേഷം അവൾ ആ ബാംബു ഷൂട്ട്സ് കുറേ ചുട്ടിട്ട് അതിൽ നിന്ന് കുറച്ച് അവന് ഓടിക്കൊണ്ട് കൊടുക്കുന്നു. അവന് ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളാമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവൾ അവൻ്റെ നെറ്റിയിലെ മുറിവിൽ മരുന്നും പൊട്ടിക്കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് തനിക്ക് കൂടി ആ ബബിൾ സ്പെൽ ഒന്ന് പഠിപ്പിച്ചു തരുമെന്ന് അവൾ നൈസായിട്ട് ചോദിച്ചത്. നീ മര്യാദയ്ക്ക് ഇവിടെ നടക്കുന്ന ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്താൽ അത് മാത്രമല്ല അതിനേക്കാൾ മെച്ചപ്പെട്ട പല കാര്യങ്ങളും നിനക്ക് പഠിച്ചെടുക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷേ ക്ലാസ് പോകുന്നത് ഭയങ്കര സ്ലോ ആണ്. ആ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ ശരിയാവില്ല. അങ്ങനെയാണെങ്കിൽ ഏത് കാലത്ത് ഞാൻ ഇതൊക്കെ പഠിച്ചെടുക്കാനാണ് എന്ന് അവൾ തിരിച്ച് ചോദിക്കുന്നുണ്ട്. നീ ഇങ്ങനെ മുളയുടെ ചുവട് മാന്തിയും വേറെ ഓരോ കുരുത്തക്കേടുകൾ കാണിച്ച് നടക്കുന്ന സമയത്ത് അത് വല്ലതും പഠിച്ചെങ്കിൽ നിനക്ക് വേഗം തന്നെ അതൊക്കെ നന്നായി പഠിച്ചെടുക്കാൻ പറ്റും എന്നവൻ പറയുന്നു. അപ്പോഴാണ് ഷാവ മറ്റൊരു സംശയം ചോദിച്ചത്. ഇതെല്ലാം പഠിച്ച് കൾട്ടിവേഷൻ്റെ ഹയസ്റ്റ് ലെവൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ ഫുഡും ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്ന് അവൾ ചോദിക്കുന്നു. അങ്ങനെയാണ്, പിന്നെ ഫുഡിനൊന്നും ടേസ്റ്റ് ഒന്നും തോന്നില്ല, അതൊന്നും കഴിക്കാൻ തോന്നില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ അത്ര കാര്യമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നില്ല. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് കാര്യമാണുള്ളത് എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അവന് ചിരി വരുന്നു. അവൻ അറിയാതെ പുഞ്ചിരിച്ചു പോകുന്നു. അവൻ ചിരിച്ച് അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അവൻ്റെ ചിരി വളരെ നന്നായിട്ടുണ്ട്. കൂടുതൽ തവണ ചിരിക്കാൻ ശ്രമിച്ചുകൂടെ? എപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കുന്ന എന്തിനാണ്? അതോ ഇനി പാസ്റ്റിൽ അതേപോലെ ഒരുപാട് ദുരന്തങ്ങൾ നേരിട്ടിട്ടുള്ളത് കൊണ്ടാണോ എപ്പോഴും ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ ഒരാൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു. ഒരാളുടെ ലൈഫിൽ 8 രീതിയിലുള്ള കഷ്ടപ്പാടുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതെല്ലാം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു എന്നവൻ പറയുന്നു. ഷാവോയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ശരിക്കും നീ അതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവനതിന് മറുപടി പറയാതെ റെസ്റ്റ് എടുത്തോളം പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അടുത്ത ദിവസം ക്ലാസ്സിലിരുന്ന് ബോറടിക്കുന്ന സമയത്താണ് ലവ്ലോയും താലിയും കൂടി റെഡ് ത്രെഡ് ഡീമൻ്റെ ഒരു നൂൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഷാവോ കേട്ടത്. അവർക്കും അതിനെപ്പറ്റി അറിയാമെന്ന് പറഞ്ഞപ്പോൾ അവൾ ആ സ്റ്റേജുകൾ എന്തൊക്കെയാണെന്ന് അവരോട് ചോദിച്ചറിയുന്നു. 3ാമത്തെ സ്റ്റേജിനെ പറ്റിയായിരുന്നു അവൾക്ക് മെയിനായിട്ട് അറിയേണ്ടത്. പെയർ കൾട്ടിവേഷനാണ് 3ാമത്തെ സ്റ്റേജിലെന്ന് അങ്ങനെ അവൾ അറിയുന്നു. അതെന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഡാലി നാണത്തോടെ ചില ആക്ഷൻസ് കാണിക്കുകയാണ് ചെയ്തത്. അതോടെ അതെന്തോ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സംഭവമാണ് എന്ന് ഷാവോ തെറ്റിദ്ധരിക്കുന്നു. ഹോങ്ങിയെ അങ്ങനെ ഇൻറ്റിമേറ്റായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ തന്നെ ഫോഴ്സ് ചെയ്യും എന്ന് പേടിച്ച് അന്ന് രാത്രി അവൾ മുറിയിലേക്ക് പോലും പോവാതെ അതിന് പുറത്ത് ഒരിടത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. അവളെ അന്വേഷിച്ച് ഹോങ്ങിയെ മുറിയിലെത്തിയിട്ട് കാണാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഷാവോ ഇതെല്ലാം അവിടെ ഒരിടത്ത് ഒളിച്ചിരുന്ന് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിപ്പോയ ഹോങ്ങിയെ അവളുടെ പുറയിലേക്ക് തന്നെയാണ് വന്നത്. അവൻ്റെ സംസാരം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവൻ തന്നെ കണ്ടുപിടിച്ചുവെന്ന് അവൾ അറിയുന്നത്. എന്തായാലും ഞാൻ പെയർ കൾട്ടിവേഷൻ ചെയ്യില്ല എന്ന് അവനെ കണ്ടപ്പോൾ തന്നെ അവൾ പറയുന്നു. പിന്നെ എങ്ങനെ ഈ ത്രെഡ് റിമൂവ് ചെയ്യാൻ പറ്റും എന്നവൻ ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയണ്ട, എന്തായാലും ഞാൻ ഇതിന് തയ്യാറല്ല എന്ന് പറഞ്ഞ് അവൾ എതിർത്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് പോകാനും തുടങ്ങുന്നുണ്ട്. അവൻ പെട്ടെന്ന് എന്തോ ഒരു മാജിക്ക് പ്രയോഗിച്ചപ്പോൾ അവൾക്ക് അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയാവുന്നു. ഇപ്പോൾ തന്നെ പെയർ കൾട്ടിവേഷൻ നടത്താമെന്ന് പറഞ്ഞ് അവൻ അവളെ ഫോഴ്സ് ചെയ്ത് എങ്ങോട്ടോ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴും ഷാവോ ഞാൻ ഇതിന് പ്രിപ്പയർ ആയിട്ടില്ല എന്ന് പറഞ്ഞ് എതിർത്ത് അവിടെ നിന്ന് വിട്ട് പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ പെയർ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് 2 ഡീമൺസ് ഒരേ സ്പെല്ല് തന്നെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഒരുപോലെ അത് ചെയ്യുന്നതാണ് എന്ന് അവൻ പറയുന്നത്. അതായിരുന്നു സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഷാവോയ്ക്ക് ആശ്വാസമാവുന്നു. അവൾക്കും കൂടി എളുപ്പമാവുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള ഫയർ ടെക്നിക്കാണ് അവൻ ചെയ്യാമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ ഷാവോ അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയിട്ട് അവൾക്ക് പറ്റുന്നില്ല. 2 കൈ കൊണ്ട് മാറിയും തിരിഞ്ഞുമൊക്കെ അവൾ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 100 തവണയെങ്കിലും അവൾ ട്രൈ ചെയ്ത് കാണും. നേരെ ഇരുട്ടുകയും ചെയ്തിരിക്കുന്നു. അവസാനം ഹോങ്ങിയുടെ ക്ഷമ നശിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എങ്ങനെയെങ്കിലും ഇവളെ കൊണ്ട് അത് ചെയ്യിച്ചേ പറ്റുകയുള്ളൂ എന്നവൻ ചിന്തിക്കുന്നു. ഈ മാജിക് ഇങ്ങനെ പെട്ടെന്ന് പഠിക്കണമെങ്കിൽ
ഒരാൾക്ക് 4 ഫീലിങ്സ് അടുപ്പിച്ച് എക്സ്പീരിയൻസ് ചെയ്യണം. ഷാവോ ആണെങ്കിൽ അവളുടെ ആ പഠിത്തത്തിലുള്ള ശ്രദ്ധയൊക്കെ മാറി അവിടെ ഓടി നടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവളെ ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേഷ്യം, വിഷമം, സന്തോഷം, പേടി എന്നിങ്ങനെയുള്ള 4 ഫീലിങ്സും അവൾ എക്സ്പീരിയൻസ് ചെയ്തേ പറ്റുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് അവൻ തന്നെ ഒരു ട്രിക്ക് പ്രയോഗിക്കുന്നു. ആദ്യം അവൻ അവളെ അടുത്തേക്ക് വിളിച്ചിട്ട് അവളെ ഡീമൻസിൻ്റെ കൂട്ടത്തിൽ പോയിട്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ പോലും പെടുത്താൻ കൊള്ളില്ല, അത്രയ്ക്ക് പൊട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ മോശമാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഷാവോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൾ അവനോട് തട്ടിക്കയറി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ ഹോങ്യ പ്രതീക്ഷിച്ചതുപോലെ ആദ്യത്തെ ഫീലിംഗ് അവനെ ട്രിഗർ ചെയ്യാൻ പറ്റുന്നു. പിന്നെ രണ്ടാമതായിട്ട് സന്തോഷമാണ് വേണ്ടത്. അതിനും അവനൊരു സൂത്രം പ്രയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ദേഷ്യപ്പെടുത്തി പോകുന്ന കൂട്ടത്തിൽ ഷാവോ വീണ്ടും തനിക്ക് ആ സ്പെല്ല് ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഫയർ അവളുടെ കയ്യിലേക്ക് അവൾ അറിയാതെ പാസ് ചെയ്യുന്നു. അവൾ വിചാരിച്ചത് തൻ്റെ മിടുക്കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചതാണ് എന്നാണ്. അങ്ങനെ അവൾ ഭയങ്കര എക്സൈറ്റഡായി സന്തോഷത്തോടെ അവൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ആ തീ അണഞ്ഞു പോകുന്നു. എന്നിട്ട് അവൾ വീണ്ടും ട്രൈ ചെയ്തിട്ടും അവൾക്ക് പിന്നെ അത് ചെയ്യാൻ പറ്റുന്നില്ല. ദൈവം പോലും നിന്നെ കൈവിട്ടെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് അവൻ കുറച്ച് സെൻറ്റി അടിക്കുന്നുണ്ട്. അതോടെ അവൾ അവിടെ നിന്ന് കരയാൻ തുടങ്ങുന്നു. അങ്ങനെ അവനിപ്പോൾ സന്തോഷവും സങ്കടവും നേടിയിരിക്കുകയാണ്. ഇനി വേണ്ടത് പേടിയാണ്. അതിന് അവൻ പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമാവുന്നുണ്ട്. അവനത് എവിടെ പോയെന്നറിയാതെ ഷാവോ അമ്പരക്കുന്നു. എന്തായാലും നിന്റെ കഴിവ് വെച്ചിട്ട് ഈ ചരട് കയ്യിൽ നിന്ന് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, നിന്നെ ഞാൻ തിന്നണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ തൊട്ട് പുറകിൽ തന്നെ പ്രത്യക്ഷമാവുന്നുണ്ട്. ഷാവോ ശരിക്കും പേടിക്കുന്നു. പേടിച്ചോടുന്ന കൂട്ടത്തിൽ അവൾ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇത്തവണ 4 ഫീലിങ്സും ട്രിഗേർഡ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ആ ടെക്നിക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഫയർ ഉണ്ടാവുന്നുണ്ട്. അതോടെ ഇപ്പം ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞ് അവൾ തിരികെ അവൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒരേ സ്പെല്ല് പ്രാക്ടീസ് ചെയ്തതോടെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ചരട് ആദ്യം അഴിഞ്ഞു വീഴുന്നു. പുറകെ തന്നെ അവളുടെ കയ്യിൽ ചരടും അഴിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ അവർ ആ റെഡ് ത്രെഡിൻ്റെ കണക്ഷനിൽ നിന്ന് ഇപ്പോൾ റിലീസായിരിക്കുന്നു. അങ്ങനെ ആ പ്രശ്നം സോൾവ് ആയിരിക്കുകയാണ്. അടുത്ത ദിവസം ഇവർക്ക് ക്ലാസ് എടുത്തത് ഹേവുവിൻ്റെ അസിസ്റ്റൻ്റായ വുഹാനായിരുന്നു. അവൻ ഈ സ്റ്റുഡൻസിനെല്ലാം ഒരു ടെസ്റ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇന്ന് രാത്രി ചന്ദ്രൻ ഉദിച്ചു കഴിയുമ്പോൾ അവരെ എല്ലാവരെയും മനുഷ്യരുടെ ഇടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് അവൻ അറിയിക്കുന്നു. മനുഷ്യരുടെ അടുത്തേക്ക് പോകണമെന്ന് കേട്ടപ്പോൾ ബാക്കി എല്ലാവർക്കും പേടിയാണെങ്കിലും ഷാവോയ്ക്ക് മാത്രം മനസ്സിൽ ലഡ് പൊട്ടിയ അനുഭവമാണ്. ഇവിടെ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആവാമെന്ന് അവൾ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ അവൾക്ക് മുന്നിൽ ഒരു വഴി തുറന്നു കിട്ടിയിരിക്കുകയാണ്. ഷാവോയ്ക്ക് മനുഷ്യരുടെ ഇടയിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് ദാലിക്കും ലോലോയ്ക്കും അറിയാം. അതുകൊണ്ട് അവർ രണ്ടുപേരും തങ്ങളെ മനുഷ്യരുടെ ഇടയിലായിരിക്കുന്ന സമയത്ത് അവൾ ഹെൽപ്പ് ചെയ്യണമെന്ന രീതിയിൽ അവളോട് സഹായം ചോദിക്കുന്നുണ്ട്. ഷാവോ അതൊക്കെ സമ്മതിക്കുന്നു. എന്നാലും അവളുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനൊരു ടെസ്റ്റ് വുഹാൻ നടത്താൻ പോകുന്നതിനെക്കുറിച്ച് ഷാമിങ് ഹോങ്ങയെ അറിയിക്കുന്നുണ്ട്. മനുഷ്യരുടെ ഇടയിൽ പോയി കഴിയുമ്പോൾ ഷാവോയുടെ സേഫ്റ്റിയെ പറ്റി ഹോങ്ങയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടാകുന്നു. അങ്ങനെ അവനൊരു ജെയ്ഡ് ലോക്കറ്റ് ഷാവോയ്ക്ക് അന്ന് തന്നെ നൽകുന്നുണ്ട്. മനുഷ്യർക്കിടയിൽ വെച്ച് അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ ആ ജെയ്ഡ് ലോക്കറ്റിൽ ഒന്ന് തടവിയിട്ട് അവനെ മനസ്സിൽ വിചാരിച്ചാൽ അടുത്തെത്തിക്കൊള്ളാമെന്ന് അവൻ ഉറപ്പ് കൊടുക്കുന്നു. അത് കിട്ടിയപ്പോൾ ഷാവോ ശരിക്കും എക്സൈറ്റഡ് ആവുന്നുണ്ട്. അവൻ അവളുടെ അടുത്ത് നിന്ന് കുറച്ച് മാറിയിരുന്നപ്പോൾ അത് ശരിക്കും വർക്കാവുമെന്നറിയാൻ അവിടെ വെച്ച് തന്നെ അവളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. പക്ഷേ എന്തെങ്കിലും അപകടത്തിലാവുമ്പോൾ രക്ഷപ്പെടുത്താമെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ സഹായിക്കാമെന്നല്ല എന്ന് അവൻ പറയുന്നുണ്ട്. എന്തായാലും ഷാവോ ആ സാധനം സൂക്ഷിച്ചു വെക്കുന്നു. അന്ന് രാത്രി ഹേവു ഒരു ടെസ്റ്റിനായി അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എല്ലാവരും ഓരോ വീടുകളിൽ കയറി ഓരോ കുട്ടികളെ പേടിപ്പിച്ച് അവിടുന്ന് ഒരു തലേണ എടുത്തുകൊണ്ട് വരണം. ഇതാണ് അവൻ അവർക്ക് നൽകിയ ടാസ്ക്. കോഴി പോകുന്നതിന് മുമ്പ് എല്ലാവരും തിരിച്ചെത്തണം, സ്വന്തം സേഫ്റ്റി നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ടെസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഷാവോ തന്നെയാണ് കൂട്ടത്തിൽ നിന്ന് ആദ്യം ഓടിപ്പോകുന്നത്. പിന്നാലെ എല്ലാവരും പല വഴിക്കായി ഓടിപ്പോകുന്നുണ്ട്. ഇവിടെ ഈ നടക്കുന്നതൊക്കെ ബിങ്ഷുവും സൈനികരും കൂടി കുറച്ച് ദൂരെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ബിങ്ഷുവിന് ഈ മൈനർ ഡീമൻസിനൊന്നും പിടിക്കാൻ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ഇവരെ ഉപയോഗിച്ച് അവരുടെ തലവനായ ഹോങ്ങയെ പിടിക്കുകയാണ് അവൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ അവൻ വെയിറ്റ് ചെയ്യുകയാണ്. ഷാവോ ഈ സമയം എല്ലാവരെയും കണ്ണുവിട്ടിച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ആകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് ദാലിയും ലോലോയും കൂടി അവളുടെ അടുത്തേക്ക് വന്നിട്ട് തങ്ങളെ സഹായിക്കണമെന്ന് അവളോട് റിക്വസ്റ്റ് ചെയ്തത്. ഈ മൈനർ ഡീമൻസിൻ്റെ കൂട്ടത്തിൽ മനുഷ്യരെ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ഇവർക്ക് രണ്ടുപേർക്കുമാണ്. കാരണം അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് അങ്ങനെ ആയിരുന്നല്ലോ. ലവ്ലോ ആണെങ്കിൽ ഷാവോയുടെ മുന്നിൽ നിന്ന് വിറയ്ക്കുകയാണ്. അത്രയ്ക്ക് പേടിച്ചിട്ടാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി മാറിയും തിരിഞ്ഞ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ട് പോകാമെന്ന് ഷാവോ തീരുമാനിക്കുന്നു. അങ്ങനെ അവരോട് അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ പറഞ്ഞിട്ട് അവൾ അവർക്ക് വേണ്ടി പില്ലോ എടുക്കാനായി പോകുന്നു. ഷാവോയെ സംബന്ധിച്ച് വുഹാൻ നൽകിയ ഈ ടാസ്ക് വളരെ നിസ്സാരമായിരുന്നു. അവൾ ഇതിലും വലിയ തട്ടിപ്പുകളൊക്കെ ഇതിന് മുന്നേ തന്നെ ഒരുപാട് നടത്തിയിട്ടുള്ളത് കൊണ്ട് അവൾ സിമ്പിളായിട്ട് ഒരു വീടിനുള്ളിൽ കയറി 2 തലയണയും അടിച്ചു മാറ്റി അതുമായി പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ജനാല വഴിയായിരുന്നു അവൾ അകത്ത് കയറിയത്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചത് നേരെയുള്ള വാതിലിൽ കൂടിയാണ്. ആ സമയത്ത് വാതിലിൽ ഒട്ടിച്ചിരുന്ന ഒരു താലിസ്മാൻ ആക്ടിവേറ്റ് ആയിട്ട് അവൾക്ക് അതിലെ പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നു. അത് അവളെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്. എന്നാലും അവൾ മറ്റേ വഴിയിലൂടെ ചാടി പുറത്തു വന്ന് ആ പില്ലോ ദാലിക്കും ലോലോയ്ക്കും കൊണ്ട് കൊടുക്കുന്നു. എന്നിട്ട് അവരെ സേഫായി പറഞ്ഞയക്കുന്നുണ്ട്.
തനിക്കുള്ള പില്ല കൂടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാണ് അവൾ അവരെ പറഞ്ഞയച്ചത്. പക്ഷേ അവിടെ വന്ന സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്നുള്ള അത്ര സന്തോഷമൊന്നും ഇപ്പോൾ ഷാവോയ്ക്കുണ്ടായിരുന്നില്ല. കാരണം കുറച്ചു മുമ്പ് അവൾ ആ വീടിനുള്ളിൽ കയറിയ സമയത്ത് ആ ടാലിസ്മാൻ അവൾ തൊട്ടപ്പോഴും ആക്ടിവേറ്റ് ആയല്ലോ. അതിൻ്റെ അർത്ഥം അവൾ ഇപ്പോൾ ഡീമൻ ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹോങ്ങിയെ പറഞ്ഞതുപോലെ ഇനി മനുഷ്യരുടെ ഇടയിൽ തനിക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമോ, താൻ തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് എന്നാൽ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നൊക്കെയുള്ള ആശങ്കയാണ് ഇപ്പോൾ അവളുടെ മനസ്സിൽ. അവളിങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോഴാണ് അടുത്തെവിടെ നിന്ന് ഒരു ബഹളം കേൾക്കാൻ തുടങ്ങിയത്. തലയിണമായിട്ട് പോയ ദാലിയും ലൗലോയും മനുഷ്യരുടെ മുന്നിൽ പെടാറായിരുന്നു. മനുഷ്യരവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദാലിക്ക് ഒളിക്കാൻ കഴിഞ്ഞെങ്കിലും ലൗലോയെ അവർ പിടികൂടുന്നു. ദാലി വേഗം തിരികെ ഓടിപ്പോയി ഷാവോയെ വിവരം അറിയിക്കുന്നു. ദാലിയോട് സേഫായ സ്ഥലത്തേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് ഷാവോ തനിച്ച് ലൗലോയെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കാനായി പോകുന്നു. പക്ഷേ അവിടെ ചെന്ന് ആളുകളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഷാവോയ്ക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവരുടെ തലവൻ അവളുടെ അച്ഛനാണ്. പിന്നെ അവിടെ കൂടെയുള്ളതും അവിടെ ഗ്രാമത്തിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു. ബാക്കിയുണ്ടായിരുന്ന മൈനർ ഡീമൻസൊക്കെ ഈ സമയത്തിനുള്ളിൽ തന്നെ തലയിണയായി തിരികെ വുഹാൻ നിൽക്കുന്ന സ്ഥലത്തെത്തിയിരുന്നു. ബാമ്പു ആണെങ്കിൽ 2 പില്ലോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഓവർ സ്മാർട്ട് ആവാൻ നോക്കണ്ട. ഒരെണ്ണം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ഒരെണ്ണം മതി. 2 എണ്ണം കൊണ്ടുവന്നാൽ അത് ഇവിടെ പരിഗണിക്കില്ല. അതുകൊണ്ട് അവൻ ഏറ്റവും ലോവസ്റ്റ് ഗ്രേഡാണ് നൽകുന്നതെന്ന് വുഹാൻ പറയുന്നുണ്ട്. അങ്ങനെ ബാമ്പു വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ദാലി കറഞ്ഞു മൂവി വിളിച്ചുകൊണ്ടോടി അങ്ങോട്ടേക്ക് വന്ന് ലൗലോയെ ആളുകൾ പിടികൂടി കാര്യം പറയുന്നത്. രക്ഷപ്പെടുത്താൻ സഹായിക്കണമെന്നും വുഹാനോട് പറയുന്നു. പക്ഷേ അവനതിന് പോകാൻ തയ്യാറാവുന്നില്ല. ടെസ്റ്റിൻ്റെ സമയം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ സമയത്തിനുള്ളിൽ അവർക്ക് തിരികെ വരാൻ സാധിച്ചില്ലെങ്കിൽ ആ സമയത്ത് രക്ഷപ്പെടുന്നതിനെ പറ്റി ആലോചിക്കാം. ഇതെല്ലാം ടെസ്റ്റിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ മനുഷ്യരുടെ കയ്യിൽ പെട്ടാലും അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടതും അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് വുഹാൻ അവളെ കൈയൊഴിയുന്നു. ഷാവോയുടെ അച്ഛനും കൂട്ടരും തങ്ങൾ ശരിക്കും ഒരു ഡീമനെ പിടിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. അവിടെയുള്ള അധികാരികളുടെ മുന്നിലേക്ക് അവനെ കൊണ്ടുവന്നിട്ട് തങ്ങൾക്കും ശരിക്കും കഴിവുണ്ട് എന്ന് തെളിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്ദേശം. പിന്നെ ഡീമൻസിൻ്റെ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടി ഡോഗ് ബ്ലഡ് അവരുടെ ദേഹത്തേക്ക് ഒഴിക്കാറുണ്ട്. അതൊക്കെ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു. അദ്ദേഹം അതങ്ങനെ ലൗലോയുടെ മുഖത്തേക്ക് ഒഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഷാവോ ഒരു ട്രിക്ക് പ്രയോഗിച്ചത്. അവൾ തന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ലാമ്പിനുള്ളിൽ തല കയറ്റിയിട്ട് ആ രൂപത്തിൽ അവരുടെ മുന്നിലേക്ക് ചെന്ന് അയാളുടെ പേര് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. പേരൊക്കെ വിളിച്ചപ്പോഴേക്കും അവരൊന്ന് അമ്പരക്കുന്നുണ്ട്. അവളുടെ രൂപം കണ്ട് പേടിക്കുന്നുണ്ട്. എന്നാൽ ആരോ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് കരുതി അവർ അപ്പോഴും ധൈര്യത്തോടെ നിൽക്കുന്നു. ഷാവോ ആ സമയത്ത് നേരത്തെ പഠിച്ച ആ ഫയർ ടെക്നിക്ക് ചെറുതായിട്ട് അവളുടെ നേർക്കൊന്ന് പ്രയോഗിക്കുന്നുണ്ട്. അതും കൂടി കണ്ടതോടെ അവൾ ഏതോ ഭയങ്കര ഡീമനാണ് എന്ന് തെറ്റിദ്ധരിച്ച് എല്ലാവരും പേടിച്ച് അവളുടെ മുന്നിലിരുന്ന് മാപ്പ് ചോദിക്കാൻ തുടങ്ങുന്നു. ലൗലോയുടെ കാര്യമൊക്കെ അവർ തൽക്കാലം മറന്നു പോയിട്ടുണ്ടായിരുന്നു. അവൻ ഈ സമയത്ത് അവിടെ അടുത്ത് കിടപ്പുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് അവനെ കെട്ടിയിരുന്ന കയറൊക്കെ മുറിച്ചിട്ട് പതുക്കെ എഴുന്നേറ്റ് ഓടിപ്പോകാൻ തുടങ്ങുന്നു. പക്ഷേ ഓടുന്ന കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനത്തിൽ തട്ടുന്ന ശബ്ദം എല്ലാവരും കേൾക്കുന്നതിനാൽ അവരെല്ലാം തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെ ഇവൻ എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നത് കാണുന്നു. എന്നിട്ട് ലൗലോ ഓടിപ്പോകുന്നുണ്ടെങ്കിലും അവരെല്ലാവരും കൂടി അവൻ്റെ പുറകെ പോകുന്നു. ഈ ഷാവോയുടെ അച്ഛനും വേറൊരാളും മാത്രം അവിടെ തന്നെ നിൽക്കുകയാണ്. ഡോഗ് ബ്ലഡ് ഷാവോയുടെ നേർക്ക് കൂടി ഒഴിക്കാൻ കൂട്ടത്തിലുള്ള ആൾ പറയുന്നതിനാൽ അച്ഛൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് ലൗലോയുടെ പുറകെ ഓടിയത്. എന്തായാലും ഷാവോയുടെ ഈ നമ്പർ കാരണം ലൗലോയും രക്ഷപ്പെടുന്നുണ്ട്. ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും ബിങ്ഷുവും കൂട്ടരും അങ്ങോട്ടേക്ക് എത്തുന്നു. അവരുടെ കയ്യിൽ ഒരു ഫ്ലൂറസെൻ്റ് ലാമ്പാണ് ഉണ്ടായിരുന്നത്. അതുപയോഗിച്ച് അവർ താഴെയൊക്കെ എന്തോ പരിശോധിക്കുന്നുണ്ട്. ഈ മൈനർ ഡീമൻസിനെ ഉപയോഗിച്ച് ഹോങ്ങയെ പിടിക്കാനായി ബിങ്ഷു ഒരു സൂത്രം പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഒരു ഫ്ലൂറസെൻ്റ് പൗഡർ വിതറിയിട്ടുണ്ടായിരുന്നു. ഈ മൈനർ ഡീമൻസിൽ ആരെങ്കിലും അതിൽ ചവിട്ടിയെങ്കിൽ അവർ പോയതിൻ്റെ കാൽപ്പാട് അവനെ ഫ്ലൂറസെൻ്റ് ലൈറ്റുകൾ ഉപയോഗിച്ച് അറിയാൻ സാധിക്കും. അങ്ങനെ അവരെ പിന്തുടർന്ന് ഹോങ്ങയുടെ അടുത്തേക്ക് എത്തുകയാണ് അവൻ്റെ പ്ലാൻ. ഏതോ ഒരു മൈനർ ഡീമൻ ആ പൗഡറിൽ ചവിട്ടി അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്ന് പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലാവുന്നു. സാധാരണ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ മനുഷ്യർക്കോ ഡീമൻസിനോ ഇത് കാണാൻ പറ്റില്ല. ഈ ലൈറ്റുകൾ മാത്രം ഉപയോഗിച്ചാണ് കാണാൻ സാധിക്കുക. അങ്ങനെ അവൻ്റെ ആ പ്ലാൻ സക്സസ് ആവുന്നുണ്ട്. അവർ അതിനെ ഫോളോ ചെയ്യാനും തുടങ്ങുന്നു. ഷാവോയും മൈനർ ഡീമൻസും എല്ലാം ഈ സമയം ഡീമൻ വാലിയിൽ തിരികെ എത്തിക്കഴിഞ്ഞിരുന്നു. ടെസ്റ്റ് പാസ്സായവരെല്ലാം പുറകിലേക്ക് നീങ്ങി നിന്നിട്ട് പാസ്സാവാത്തവർ മാത്രം മുന്നിൽ നിൽക്കാൻ വുഹാൻ അവരോട് പറയുന്നു. ഷാവോയും ലൗലോവും മാത്രമാണ് അവിടെ ഉള്ളത്. ദാലിയും ആദ്യം അവർക്കൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾ പില്ലോ തന്നതാണല്ലോ എന്ന് വുഹാൻ പറഞ്ഞപ്പോൾ പിന്നെ അവൾ പുറകിലേക്ക് നീങ്ങി നിൽക്കുന്നു. അപ്പോൾ ടെസ്റ്റിൽ ഫെയിലായിരിക്കുന്നത് ഷാവോയും ലൗലോയും മാത്രമാണ്. അവർക്കുള്ള പണിഷ്മെൻ്റായിട്ട് അവിടെയുള്ള ഒരു പൈപ്പ കേവിനുള്ളിൽ അവർ പോയി 1 വർഷം തടവിൽ കഴിയണമെന്നാണ് വുഹാൻ വിധിച്ചത്. അങ്ങനെ 1 വർഷത്തോളം തടവിൽ കഴിയാനുള്ള തെറ്റൊന്നും തങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ഇത് വെറും ഒരു ടെസ്റ്റ് അല്ലേ? ടെസ്റ്റിൽ ജയവും തോൽവിയും ഒക്കെ സാധാരണയല്ലേ? പിന്നെ എന്തിനാണ് ഇത്ര വലിയ ശിക്ഷ നൽകുന്നതെന്ന് ചോദിച്ച് ഷാവോ ഇതിനെ എതിർക്കുന്നുണ്ട്. ടെസ്റ്റിൽ പരാജയപ്പെട്ടത് മാത്രമല്ല മനുഷ്യരുടെ മുന്നിൽ എത്തിപ്പെട്ടതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് വുഹാൻ പറയുന്നു. അവർ കാരണം ബാക്കിയുള്ളവർ കൂടി അപകടത്തിലാവേണ്ടതായിരുന്നു. അതിനുള്ള പണിഷ്മെൻ്റായിട്ടാണ് ഈ ശിക്ഷ നൽകിയതെന്ന് അവൻ പറയുന്നു. പക്ഷേ ടെസ്റ്റ് ഒരു തവണ കൂടി നടത്താനും അതിൽ ഫെയിലായി കഴിഞ്ഞാൽ അവൻ പറയുന്ന എന്ത് ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നും ഷാവോ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ റീടെസ്റ്റ് നടത്തുന്ന രീതി അവിടെ ഇല്ല, അങ്ങനെ ഒരു നിയമം അവിടെ ഇല്ല എന്ന് പറഞ്ഞ് വുഹാൻ അതിനെയും എതിർക്കുന്നു. നിയമങ്ങളൊക്കെ ആദ്യം മുതലേ ഇവിടെ ഓരോരുത്തരും ഉണ്ടാക്കിയതാണല്ലോ. പിന്നെ ഇപ്പോൾ ചെറിയ മാറ്റം വരുത്തിയെന്ന് ഇത് എന്ത് പ്രശ്നമാണുള്ളത് എന്ന്
എന്ന് ചോദിച്ച് ഷാവോ പിന്നെയും തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയപ്പോൾ ഞാനും റീടെസ്റ്റിന് തയ്യാറാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പില്ലോ ഷാവോ എനിക്ക് കൊണ്ട് തന്നതാണ്. അതുകൊണ്ട് ഞാനും മത്സരത്തിൽ ഫെയിലായിരിക്കുകയാണ് എന്ന് പറഞ്ഞ് താലി കൂടി അവർക്കൊപ്പം ചെന്ന് നിൽക്കുന്നു. അങ്ങനെ അവസാനം വുഹാൻ റീടെസ്റ്റ് നടത്താൻ തയ്യാറാവുന്നുണ്ട്. പക്ഷേ അവനൊരു കണ്ടീഷൻ വയ്ക്കുന്നു. ഇത്തവണ തലയിണയ്ക്ക് പകരം മനുഷ്യരുടെ തല കൊണ്ടുവരണമെന്നാണ് അവൻ പറഞ്ഞത്. ഇത്ര നിസ്സാരമായൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് മനുഷ്യരെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് ഷാവോ വീണ്ടും എതിർക്കാൻ തുടങ്ങുന്നു. അതോടെ അവൾക്ക് മനുഷ്യരോട് ഇത്ര സഹതാപം എന്താണ്? ലൗലോ അപകടത്തിൽപ്പെട്ട സമയത്തും അവനെ രക്ഷപ്പെടുത്തുന്നതിന് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ കൊല്ലുന്നതിന് പകരം അവൾ വേറെ ട്രിക്കുകളൊക്കെ പ്രയോഗിച്ചത് എന്തിനാണെന്ന് ചോദിച്ച് വുഹാൻ വീണ്ടും അവളെ കുറ്റപ്പെടുത്തുന്നു. മാത്രമല്ല അവൾക്ക് മനുഷ്യരുമായിട്ട് എന്തോ അടുപ്പമുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവളെ അടിമുടി ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു പ്രത്യേകതരം ഫയർ ഉപയോഗിച്ചാണ് അവനിങ്ങനെ അവളെ പരിശോധിക്കാൻ തുടങ്ങിയത്. ഈ സമയത്ത് അവളുടെ പുറകിലായിട്ട് ആ ഫ്ലൂറൈറ്റ് പൗഡർ പതിഞ്ഞിരിക്കുന്നത് അവൻ കാണുന്നു. അങ്ങനെ ആരുടെ കാൽപ്പാടിൽ നിന്നാണ് അത് വന്നിരിക്കുന്നതെന്ന് പരിശോധിച്ചപ്പോൾ ഷാവോയുടെ ചെരുപ്പിനടിയിൽ തന്നെയാണ് അത് പറ്റിയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അവൾ കാരണം തങ്ങൾക്ക് വലിയൊരു അപകടം സംഭവിക്കാൻ പോവുകയാണ്, ഇത് മനുഷ്യരെ ഇവിടെ എത്തിക്കും എന്ന് വുഹാൻ ഷാവോയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. അപ്പോഴേക്കും ബിങ്ഷുവും കൂട്ടരും ആ കാട്ടിനുള്ളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ബിങ്ഷുവിൻ്റെ തൊട്ട് താഴെയുള്ള അസിസ്റ്റന്റ് അവൻ പറയുന്നതൊക്കെ പൂർണ്ണമായിട്ടും അനുസരിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അയാൾ സ്വന്തമായിട്ട് തന്നെയാണ് മിക്കവാറും തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഹോങ്ങയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിലുള്ള ഒരു ഡിവൈൻ വെപ്പൺ ഉപയോഗിക്കാമെന്ന് ഈ അസിസ്റ്റന്റ് പറയുന്നുണ്ട്. അത്ര വലിയൊരു ഉപകരണം ഇവിടെ ഉപയോഗിച്ചാൽ ഈ കാട് മുഴുവനായി നശിച്ചു പോകുമെന്ന് പറഞ്ഞ് ബിങ്ഷു എതിർക്കുന്നുണ്ടെങ്കിലും ചക്രവർത്തി തങ്ങൾക്കത് നൽകിയിരിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയല്ല എന്ന് ചോദിച്ച് അയാൾ ബിങ്ഷുവിൻ്റെ അനുവാദമില്ലാതെ തന്നെ ആ വെപ്പൺ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അത് ആക്ടിവേറ്റ് ചെയ്തതോടെ റോക്കറ്റ് പോലെ മുകളിലേക്ക് കുതിച്ചുയർന്ന് മൊത്തത്തിൽ ഒരു സീലൊക്കെ ഉണ്ടായിട്ട് അതിൽ നിന്ന് ഫയർ ആരോ താഴേക്ക് പതിക്കാൻ തുടങ്ങുന്നു. ഇത് ചെന്ന് വീഴുന്ന സ്ഥലങ്ങളിലൊക്കെ തീ പിടിക്കുകയാണ്. ഇങ്ങനെ ഷാവോയും കൂട്ടരും നിന്ന സ്ഥലത്തേക്കും ഇത് വന്ന് വീഴുന്നുണ്ട്. ഹോങ്ങയും ഇത് കാണുന്നു. ഡീമൻസ് എല്ലാം ജീവൻ രക്ഷിക്കാനായി പരക്കം പായാൻ തുടങ്ങുന്നുണ്ട്. ഓടുന്നതിനിടയിൽ ലൗലോയും ദാലിയും വീണ് പോകുന്നു. അവരുടെ മുകളിലേക്ക് ഒരു ഫയർ ആരോ പാഞ്ഞു വരുന്നതുകൊണ്ട് ഷാവോ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് കവർ ചെയ്ത് നിൽക്കുന്നു. ആമ്പ് തന്നെ മുകളിൽ തന്നെ വന്ന് പതിക്കാവുന്ന ആൾ കരുതിയതാണ്. പക്ഷേ അതിന് മുമ്പേ അവർക്ക് പിറകിലെത്തിയ ഹോങ്ങെ അത് തട്ട് മാറ്റി അവരെ രക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് നിനക്ക് ഈ ടെസ്റ്റിൻ്റെ സമയത്ത് രക്ഷപ്പെട്ട് പോയിക്കൂടായിരുന്നോ, നീ എന്തിനാണ് തിരികെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഷാവോയോട് ചോദിക്കുന്നു. എൻ്റെ ഫ്രണ്ട്സ് അപകടത്തിലായിരുന്നു, അവരെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് അവൾ പറയുന്നുണ്ട്. വുഹാൻ ഈ സമയം ഹേവുവിൻ്റെ അടുത്ത് തിരികെ എത്തുന്നു. ശരിക്കും പറഞ്ഞാൽ ഹേവു ആണ് ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയത്. അതിനു വേണ്ടിയിട്ടാണ് വുഹാനെ കൊണ്ട് ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിച്ചതും മനഃപൂർവ്വം ബിങ്ഷുവിനും കൂട്ടർക്കും ഇവിടെ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതുമല്ല. ഹേവുവിന് ഡീമൻസിൻ്റെ രാജാവാകണമെന്നാണ് ആഗ്രഹം. ഹോങ്ങെ ഇപ്പോൾ തിരിച്ചെത്തിയപ്പോൾ അവൻ അതിന് തടസ്സം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഹോങ്ങയെ ഒരു മൂലയ്ക്ക് ഒതുക്കിയിട്ട് എങ്ങനെയെങ്കിലും ആ സ്ഥാനം തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അവൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്ലാൻ നടപ്പിലാക്കിയിരിക്കുന്നത്. ഹോങ്ങയും ഷാമിയുമെല്ലാം ഡീമൻസിനെ രക്ഷപ്പെടുത്താനുള്ള തീവ്രമായ ശ്രമത്തിലാണ്. മൈനർ ഡീമൻസിനൊന്നും ഇതിനെതിരെ ചേർത്ത് നിൽക്കാനുള്ള ശേഷിയൊന്നുമില്ലല്ലോ. അവരൊക്കെ രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാ ഡീമൻസിനെയും സേഫായിട്ട് അവിടെ തന്നെയുള്ള ഒരു ഗുഹയിൽ എത്തിക്കാൻ ഹോങ്ങയെ ഷാം ഇങ്ങനെ ഓർഡർ നൽകുന്നു. അതിനുശേഷം അവൻ ആ ഡിവൈൻ സീൽ തകർക്കാനുള്ള ശ്രമം തുടങ്ങുന്നു. ഷാവോയും ബാക്കിയുള്ള മൈനർ ഡീമൻസുമൊക്കെ ഹോങ്ങയെ പറഞ്ഞ ആ ഗുഹയിലേക്ക് ഓടുകയാണ്. പക്ഷേ അപ്പോഴാണ് മറ്റേ ആ കുട്ടി ഡീമൻസിനെ പറ്റി ഷാവോയ്ക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ അവൾ അവരുടെ അടുത്തേക്ക് ഓടുന്നു. അതിൽ 3 എണ്ണം ആ കുഞ്ഞു വീടിനുള്ളിൽ പേടിച്ച് വിറച്ചിരിപ്പുണ്ടായിരുന്നു. അവരോട് ഇനി ഇവിടെ നിന്നാൽ രക്ഷപ്പെടാൻ പറ്റില്ല, അതുകൊണ്ട് തൽക്കാലം ഇവിടെ വിട്ട് തനിക്കൊപ്പം വരാൻ അവൾ പറയുന്നുണ്ടെങ്കിലും അവരാരും അവൾക്കൊപ്പം ചെല്ലാൻ തയ്യാറാവുന്നില്ല. അവിടെ വിട്ട് പോകാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാലും അവിടെ തന്നെ നിൽക്കുമെന്നുള്ള ഒരു രീതിയിലാണ് അവർ. ഷാവോ തനിക്ക് പറ്റാവുന്നതുപോലെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് ടർട്ടിൽ മാസ്റ്റർ അവിടെ എത്തി ഒരു ഷീൽഡ് പോലെ അവർക്ക് മുന്നിൽ നിൽക്കുന്നു. ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തൽക്കാലം ഇത് മതി, എന്തായാലും ഇവരിവിടം വിട്ട് പോകാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാനിവരെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം, അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടോളാൻ മാസ്റ്റർ അവളോട് പറയുന്നു. ഹോങ്ങെ ഈ സമയം കുറേ നേരത്തെ കഷ്ടപ്പാട് കൊണ്ട് ആ സീൽ തകർക്കുന്നുണ്ട്. അതോടെ അത് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നിന്നിരുന്ന ആ അസിസ്റ്റൻറ്റിനും ബാക്കിയുള്ള കുറേ സൈനികർക്കും പരിക്കേൽക്കുന്നു. ഇവനെ തോൽപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തൽക്കാലം അവരെല്ലാം അവിടെ നിന്ന് തിരികെ പോവാൻ ബിങ്ഷു അവർക്ക് ഓർഡർ നൽകുന്നുണ്ട്. അവൻ സ്വന്തമായിട്ട് ഹോങ്ങയെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് അവരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടി തനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ് തിരികെ പോകാൻ അവൻ പറഞ്ഞത്. അങ്ങനെ അവർ എല്ലാവരും തൽക്കാലം തിരികെ പോകാൻ തുടങ്ങുന്നു. ഈ ബിങ്ഷുവിൻ്റെ സൈനികരെ കൂടാതെ കുറേ ഡീമൻ ഹണ്ടേഴ്സും അവർക്കൊപ്പം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഈ മൈനർ ഡീമൻസിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഈ പണിയെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഹേവ് ഇതുവരെ പറ്റിയൊരവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ തനിക്ക് ഇടപെടാൻ സമയമായി എന്ന് പറഞ്ഞ് അവനും വുഹാനും കൂടി ഇടപെട്ട് ആ മൈനർ ഡീമൻസിനെയൊക്കെ രക്ഷപ്പെടുത്തുന്നു. അവരുടെ കണ്ണിൽ തങ്ങൾക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് തന്നെ. എന്തായാലും തക്ക സമയത്ത് അവർ ഇടപെട്ടതുകൊണ്ട് മൈനർ ഡീമൻസിനൊന്നും തൽക്കാലം കുഴപ്പമൊന്നും പറ്റുന്നില്ല. ഹോങ്ങെ ഈ സമയം ബിങ്ഷുവിൻ്റെ മുന്നിലെത്തിയിരുന്നു.
അവനെ കണ്ടതും ബിങ്ഷുവിൻ്റെ ആ വാൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നു.